മുത്തുവും കണ്ണാടിപ്പുഴയും. മക്കളെ, വായോ, നമുക്കിന്ന് ഒരു നല്ല കഥ കേൾക്കാം. പണ്ട് പണ്ട് ഒരു കാടിന്റെ അരികിലായി മുത്തു എന്നു പേരുള്ള ഒരു കുസൃതി ആട്ടിൻകുട്ടിയുണ്ടായിരുന്നു. നമ്മുടെ മുത്തുവിന് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ഒട്ടും കഴിയില്ല. ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും കൂടി പുല്ല് തിന്നുന്നതിനിടയിൽ മുത്തു മാത്രം പതുക്കെ തുള്ളിച്ചാടി ആരുമറിയാതെ കൂട്ടം തെറ്റിപ്പോയി. നടന്നു നടന്ന് അവനൊരു ഭംഗിയുള്ള പുഴയുടെ അരികിലെത്തി. പുഴയിലെ വെള്ളം നല്ല തെളിഞ്ഞതായിരുന്നു, കൃത്യം ഒരു കണ്ണാടി പോലെ. മുത്തുവിന് നല്ല ദാഹം തോന്നി. അവൻ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? പുഴയ്ക്കുള്ളിൽ മറ്റൊരു ആട്ടിൻകുട്ടി. സത്യത്തിൽ അത് മുത്തുവിന്റെ സ്വന്തം നിഴലായിരുന്നു. പക്ഷെ നമ്മുടെ മുത്തു അത് മനസ്സിലാക്കിയില്ല. അവൻ വിചാരിച്ചു പുഴയ്ക്കുള്ളിൽ വേറെ ഏതോ ഒരു ആട് തന്നെ നോക്കി പേടിപ്പിക്കുകയാണെന്ന്. മുത്തു ഒന്ന് തലയാട്ടി, അപ്പോൾ പുഴയിലെ ആടും തലയാട്ടി. മുത്തു പല്ലിളിച്ചു കാട്ടി, അപ്പോൾ അവനും പല്ലിളിച്ചു. മുത്തുവിന് ദേഷ്യം വന്നു. അവൻ തന്റെ കുഞ്ഞു കൊമ്പുകൾ താഴ്ത്തി പുഴയിലെ ആടിനെ ഒന്നിടിക്കാൻ ആഞ്ഞു. അപ്പോഴതാ മക്കളെ, വെള്ളത്തിനടിയിൽ നിന്ന് പതുക്കെ ഒരു മുതല പൊന്തി വരുന്നു. മുതലയെ കണ്ടതും മുത്തുവിന്റെ പകുതി ജീവൻ പോയി. പക്ഷേ അവൻ പേടി പുറത്തു കാട്ടിയില്ല. അവൻ ബുദ്ധിപൂർവ്വം ഉറക്കെ പറഞ്ഞു, ഓയ് മുതലച്ച, നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? നിന്നെ പിടിക്കാൻ ഒരു വലിയ വേട്ടക്കാരൻ ദാ പിന്നാലെ വരുന്നുണ്ട്. വേഗം എവിടെയെങ്കിലും പോയി ഒളിച്ചോ. വേട്ടക്കാരൻ എന്ന് കേട്ടതും പേടിത്തൊണ്ടനായ മുതല ജീവനും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് മുങ്ങി ഒളിച്ചു. ആ സമയം കൊണ്ട് മുത്തു ഒരൊറ്റ ഓട്ടം കാട്ടിലൂടെ. അവൻ നേരെ വീട്ടിലെത്തി അമ്മയുടെ അരികിൽ സുരക്ഷിതമായി ചുരുണ്ടുകൂടി കിടന്നു. താൻ കാണിച്ച ആ ബുദ്ധിയോർത്ത് മുത്തു പതുക്കെയൊന്ന് ചിരിച്ചു.